2020 കൊറോണ കൊണ്ടുപോയൊരു വർഷമായിരുന്നു. പക്ഷേ ഈ 2020 അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങളൊരു യാത്ര പോയി. സൗത്ത് ഇന്ത്യയുടെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന നീലഗിരി താഴ്വാരങ്ങളിലേക്ക്. അവിടെ 100 ഏക്കർ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലായിട്ട് ഒളിഞ്ഞു കിടക്കുന്ന ഒരു അടിപൊളി ലക്ഷൂറിയസ് ജംഗിൾ റിസോർട്ട് ഉണ്ട്, വൈൽഡ് പ്ലാനറ്റ്. അവിടേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. അപ്പോൾ വയനാട് വഴിയാണ് പോയത്. കേരള തമിഴ്നാട് ബോർഡറിലാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പം തമിഴ്നാട് ബോർഡർ കടന്ന് അവിടെ എൻട്രി പാസ്സൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കൊടുത്ത് നമ്മൾ നീലഗിരി ഡിസ്ട്രിക്റ്റിലെ ദേവാല എന്ന് പറഞ്ഞ ടൗണിലെത്തി. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടൊരു ഓഫ് റോഡായിരുന്നു. ആ ഓഫ് റോഡ് ഒരു 3-4 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ എത്തിച്ചേരുന്ന ഡെസ്റ്റിനേഷൻ നമ്മുടെ വൈൽഡ് പ്ലാനറ്റ് റിസോർട്ടിൻ്റെ പാർക്കിംഗ് സ്ലോട്ടിലേക്കാണ്. അവിടെ കൊണ്ട് യാത്ര തീരുന്നില്ല. നമ്മുടെ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം അവരുടെ വണ്ടിയിൽ ഒരു 2 കിലോമീറ്ററോളം വീണ്ടും ഓഫ് റോഡിലേക്ക് ഒരു തേയില പ്ലാന്റേഷൻ്റെ നടുവിലായിട്ടാണ് ഇവരുടെ റിസോർട്ട് വരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് യാത്ര തുടങ്ങി അവരുടെ വണ്ടിയിൽ. അങ്ങനെ നമ്മൾ വൈൽഡ് പ്ലാനറ്റ് ലക്ഷൂറിയസ് ജംഗിൾ റിസോർട്ടിലേക്ക് എത്തിച്ചേർന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. റിസപ്ഷനിലേക്ക് എത്തിയതിന് ശേഷം നമ്മുടെ ലഗേജൊക്കെ അവർ തന്നെ ഇറക്കി വെച്ചു. അതിനുശേഷം നമുക്ക് ചെറിയ ചെക്ക് ഇൻ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഇവരുടെ ഇൻറ്റീരിയറും ആർക്കിടെക്ചറൊക്കെ ആയിരുന്നു കേട്ടോ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ 4 കെട്ട് മോഡലിലാണ് കേട്ടോ ഇവരിത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരു കേരള തനിമ ഫീൽ ചെയ്തു ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. നല്ല വിശാലമായ സ്പേഷ്യസ് ആയിട്ടുള്ള എന്താ പറയുക റിസപ്ഷനായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റൂമിൻ്റെ കീസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ ചുറ്റുപാടൊക്കെ നമ്മളൊന്ന് നോക്കി നടന്ന് കണ്ടു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാബിൻസ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ വാല്യൂ വ്യൂ ക്യാബിനാണ് കേട്ടോ ചൂസ് ചെയ്തത്. ഇതിന്ന് നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച നല്ല വാലീസാണ്. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബിന്. ഇത് തുറന്ന് നോക്കിയപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റൂം. വിശാലമായ 2 ജനാലകളുണ്ട്. ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു ടീ കോഫിയൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതുപോലെ TV, ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട് താഴെ. പിന്നെ ബാത്റൂമും നല്ല സിമ്പിൾ ആൻഡ് കോമ്പാക്റ്റ് ബാത്റൂമായിരുന്നു കേട്ടോ. എല്ലാ ടോയ്ലറ്ററീസും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ശരിക്കും ഡ്രസ്സ് മാത്രം എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി. ബാക്കിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ബാത്റൂം. ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം. ഇവിടെ നിന്ന് അങ്ങോട്ടും അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. നീലഗിരി കുന്നും ആ ഒരു ടീ പ്ലാന്റേഷനും ആ ഒരു സ്കൈയും ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിമനോഹരമായ കാഴ്ചകളാണ്. ഇവിടെ സൺറൈസിനും സൺസെറ്റിനും വന്നിട്ട് ഇരുന്നാൽ പിന്നെ ഇവിടെ നിന്ന് എണീച്ച് പോകാൻ തോന്നില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ നമുക്ക് ചുറ്റും കാണാനുള്ളത്. താഴെ ഒരുപാട് സംഭവങ്ങളുണ്ട്, അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഒരു ബാൽക്കണി വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് വാല്യൂ വ്യൂ ക്യാബിൻ്റെ വ്യൂ. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്നറിയോ, ഇവിടുത്തെ ഓരോ ഐറ്റംസും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലാസ്റ്റിക്കിൻ്റെ യൂസേജ് വളരെ 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 കുറവാണ്. ഒരു 80% അവർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് യൂസേജ്. നമ്മൾ വെള്ളം കുടിക്കുന്ന കുപ്പി ആയാൽ പോലും നിങ്ങൾക്ക് കാണാം എന്താ പറയുക നമ്മുടെ ഗ്ലാസിൻ്റെ കുപ്പിയിലാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത്. സെറാമിക് വെയേഴ്സാണ് കപ്സൊക്കെ. അതുപോലെ നമ്മുടെ ഫ്രൂട്ട്സ് വെച്ചിരിക്കുന്ന ബാസ്ക്കറ്റ് ആയാലും ഒക്കതും പ്ലാസ്റ്റിക് മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇവർ. അത് വലിയൊരു കാര്യം തന്നെയാണ്. നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ഇവർ റിസോർട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അത്രയും റെസ്പെക്റ്റ് നേച്ചറിന് കൊടുക്കുന്നുണ്ടെന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. പിന്നെ ഒരു മിനി ബാർ സെറ്റപ്പ് ഉണ്ട്. അതുപോലെ ബാത്റൂമിലായാലും ടോയ്ലറ്ററീസ് ഒക്കെ റാപ്പ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിലല്ല കേട്ടോ. ഒക്കെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി എനിക്ക്. കണ്ടില്ലേ, ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ ടോയ്ലറ്ററീസും. പിന്നെ ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നുന്നത് ഈ ഒരു സംഭവമാണ്. ഇത് ഷാംപൂ, കണ്ടീഷണർ, ഷവർ ജെല്ലൊക്കെയാണ് കേട്ടോ. ഒക്കെ ഒരു കുഞ്ഞി ഭരണി ടൈപ്പിൽ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞി ഭരണിയിലാണ് കേട്ടോ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, ഈവൻ സോപ്പാണെങ്കിൽ പോലും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ. നമ്മുടെ പിക്ക് ആൻഡ് ഡ്രോപ്പിന് വേണ്ടിയിട്ട് വണ്ടി വരും കേട്ടോ. തൊട്ടടുത്തായിട്ട് നമുക്ക് ക്യാബിൻസ് ഉണ്ട്. നമ്മൾ 3 ഫാമിലീസ് ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റിസോർട്ട്. തൊട്ടടുത്തുള്ള ക്യാബിൻസ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇവിടുന്ന് റിസപ്ഷനിലേക്കോ അല്ലെങ്കിൽ വേറെ ആക്ടിവിറ്റീസ് പ്ലേസസിലേക്കോ പോകണമെങ്കിൽ നമ്മുടെ വണ്ടി നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും.
അപ്പോൾ നമ്മളിപ്പം റിസപ്ഷനിലാണുള്ളത്. നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത ദിവസമാണ്. നമ്മൾ കാര്യമായിട്ട് ആക്ടിവിറ്റീസൊന്നും ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചുമ്മാ ചുറ്റും നടന്നൊക്കെ കണ്ടു, ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോയി. പിന്നെ രാത്രി ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു കേട്ടോ, ഡാൻസും പാട്ടൊക്കെ ആയിട്ട്. അങ്ങനെ ആ ഒരു രാത്രി ശരിക്കും എൻജോയ് ചെയ്തു. ഇതിന് ശേഷം നമ്മൾ പോയത് ഇൻഡോർ പ്ലേ ഏരിയയിലേക്കാണ്. അവിടെ കുറച്ച് ബോർഡ് ഗെയിംസ് ഒക്കെ ഉണ്ട്, ടേബിൾ ടെന്നീസ്, ലുഡോ, അതുപോലെ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇല്ലേ, സംഭവങ്ങളില്ലേ, അതൊക്കെ നമ്മൾ പോയി ഒന്ന് കളിച്ചു. അതിന് ശേഷം നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോയി. പിന്നെ ഉറങ്ങി എണീച്ച് പിറ്റേ ദിവസമായിരുന്നു കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ റിസപ്ഷനിലേക്കാണ് പോയത്. അതിനുശേഷം എല്ലാത്തിനും നമ്മളെ പിക്ക് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്. നമ്മുടെ ക്യാബിനിലേക്ക് നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വണ്ടികളുണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ കാര്യമായിട്ട് പരിപാടികളൊന്നും ഇല്ലാണ്ട് തീർന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹസ്ബൻഡ്സൊക്കെ ട്രക്കിങ്ങിന് പോയി. കാരണം 12 ഇയേഴ്സിൻ്റെ അണ്ടറിലുള്ള കുട്ടികൾക്ക് ട്രെക്കിങ് അതുപോലുള്ള ചില ആക്ടിവിറ്റീസ് ഒന്നും അലോഡ് അല്ല. അപ്പം നമുക്ക് രണ്ടുപേർക്കും ഒരേ ടൈം ചില ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഡേ നമ്മൾ ഹസ്ബൻഡ്സിനെ പറഞ്ഞയച്ചു. പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ മക്കളെയും കൊണ്ട് ഇവിടുത്തെ പ്ലേ ഏരിയയിലേക്ക് വന്നു. ഇവിടെ നല്ല വിശാലമായ പാർക്കുണ്ട്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു പാർക്ക് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വന്നിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ ചുറ്റുമുള്ള കാഴ്ചകളിലൊക്കെ നടന്ന് കണ്ടു. ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇവിടെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഔട്ട്ഡോർ ഗെയിംസും ഉണ്ട് കേട്ടോ, ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ, പിന്നെ ബാഡ്മിൻ്റൺ, അതുപോലെ ഉള്ള സംഭവങ്ങളൊക്കെ കളിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. പിന്നെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അങ്ങനെ ഹസ്ബൻഡ്സൊക്കെ തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത പരിപാടിയിലേക്ക് പോയത്. ഫുഡിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അത്രയും അടിപൊളി ഫുഡാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒന്ന് ഇവരുടെ ഹോസ്പിറ്റാലിറ്റിയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു നേച്ചർ വോക്കിന് ഇറങ്ങി. ഇവിടെ ഒരു തൂക്കുപാലം പോലുള്ളൊരു സംഭവമുണ്ട്. തൂക്കുപാലം അല്ല, ഒരു ബ്രിഡ്ജാണ് ഇവിടെ ഈ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ എൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ്. ഇവിടെ നിന്നുമുള്ള വ്യൂ ഭയങ്കര രസമാണ് കേട്ടോ. ചുറ്റും ടീ പ്ലാന്റേഷനാണ്. ആ തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ നടുവിലായിട്ടാണ് ഈ റിസോർട്ട് വരുന്നത്. ഇവിടെ തന്നെ നമ്മളിപ്പോൾ ഉള്ളത് വാലി വ്യൂ ക്യാബിനല്ലേ നമ്മളിപ്പോൾ കണ്ടത്. ഇതുപോലെ ജംഗിൾ വ്യൂ ക്യാബിനും അതുപോലെ ഹിൽ ടോപ്പ് ക്യാബിൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെറിയ റേറ്റ് ഡിഫറൻസ് ഉണ്ട്, പക്ഷേ വ്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാ ക്യാബിൻസൊന്നും കിട്ടുന്ന വ്യൂ എന്താ പറയുക, വൺ വേ ഓർ അതർ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഈ ഒരു എൻറ്റയർ എന്താ പറയുക പ്ലേസിൻ്റെ ഒരു വ്യൂ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നടന്ന് അടുത്ത എൻഡിൽ നമ്മുടെ എന്താ പറയുക നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡിലേക്ക് എത്തി. അവിടെ നിന്ന് ഇനി കുറേ കാഴ്ചകളുണ്ട്. ഇതാണ് ജംഗിൾ വ്യൂ ക്യാബിൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന കാഴ്ച ജംഗിളായിരിക്കും അവരുടെ വ്യൂ ഓപ്പോസിറ്റ് സൈഡിൽ. അപ്പം ഇത് കാണാനുള്ള ചാൻസ് നമുക്ക് കിട്ടിയില്ല, പക്ഷെ അങ്ങനെയാണ് ഇവർ പറഞ്ഞത്. ഒരു ജംഗിൾ വ്യൂ ക്യാബിനാണത്. നല്ല ബ്യൂട്ടിഫുൾ അല്ലേ, ചുറ്റുമുള്ള പ്ലേസസ് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ആകാശം ഒരു രക്ഷയുമില്ല. അത് വന്നപ്പോൾ തൊട്ട് നല്ല ക്ലൈമറ്റും ആയിരുന്നു കേട്ടോ ഇവിടെ. പക്ഷേ ക്ലൈമറ്റിൻ്റെ കാര്യം തന്നെ ഫസ്റ്റ് ഡേ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, സെക്കൻഡ് ഡേ നല്ല സണ്ണി ഡേ ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്തതായിട്ട് നമ്മൾ ആക്ടിവിറ്റീസിലേക്ക് കടന്നു. ഫസ്റ്റ് ആർച്ചറി ആയിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. 50 ലക്ഷത്തൊന്നും പോയി കൊണ്ടില്ല. പിന്നെ ഇതായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും സ്കെയറി ആയിട്ടുള്ള, അഡ്വഞ്ചറസ് എന്ന് തന്നെ പറയാം. അത്രയും എന്താ പറയുക, ഇതിപ്പം ഞാൻ കയറിപ്പോയതുകൊണ്ട് മാത്രം കംപ്ലീറ്റ് ചെയ്തൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ ഇത് നമുക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് അഡ്വഞ്ചർ ആക്ടിവിറ്റി ആണ് ഈ ഒരു വാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ താഴെ നിന്ന് കണ്ടപ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നി കയറിയതാണ്. പക്ഷെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കേട്ടോ. ഇത് തിരിച്ചിറങ്ങാൻ വഴിയില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതാണ്. അങ്ങനെ ഈ ഒരു കഷ്ടപ്പെട്ട ആക്ടിവിറ്റീസും കഴിഞ്ഞതിന് ശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം നല്ല അധ്വാനം ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ 90+ അബവ് വെയിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. 90 ബിലോ വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ 12 ഇയേഴ്സിൻ്റെ അണ്ടറിലുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഒരു കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് വിശന്നു. അങ്ങനെ നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി.
ഇതാണ് ഇവരുടെ ഫുഡ് ഒരു രക്ഷയുമില്ല, ഒക്കെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, അതുപോലെ നിങ്ങൾക്ക് വേണ്ട ഇന്ത്യയിലുള്ള എല്ലാ വെറൈറ്റീസ് ഓഫ് ഫുഡ്സും ഇവിടെ കിട്ടും. നമ്മുടെ നാടൻ ഊണ് മുതൽ നല്ല ചന മസാല, പനീർ കറി ഒക്കെ ഇതുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫുഡിനെ കുറിച്ചിട്ട് വർണ്ണിക്കാൻ വാക്കുകളില്ല എന്ന് പറയേണ്ടി വരും, അത്രയും അടിപൊളി ഫുഡായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും ഒക്കെ ഡിഫറെൻറ്റ് മെനൂസാണ്. നോൺ വെജും വെജും ഒക്കെ ഉണ്ട്. ഡയറ്റ് ഫ്രണ്ട്ലി ഫുഡ്സ് വേണമെങ്കിൽ അതും ഉണ്ട്. പിന്നെ ഡെസേർട്ട്സും ഉണ്ട് കേട്ടോ. പിന്നെ സൂപ്പ്, അതുപോലുള്ള സ്റ്റാർട്ടേഴ്സ് ഒക്കെ ഉണ്ട്. സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ്, അതുപോലെ ഡെസേർട്ട്സ്, ഇത് മൂന്നുമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബിരിയാണി ഉച്ചക്കത്തെ മെനു ആണെങ്കിൽ ബിരിയാണി, സാധാരണ റൈസ്, ചപ്പാത്തി ഒക്കെ ഉണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറീസ്, സാലഡ്സ്. പിന്നെ ഇത് പിക്കിൾസ് ആൻഡ് സാലഡ്സിൻ്റെ ഒരു സെക്ഷനാണ്. ഇതും സാലഡ് തന്നെയാണ്. പിന്നെ വരുന്നത് നമ്മുടെ പായസം, നമ്മുടെ സേമിയ പായസം ഇല്ലേ അത്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേസ്ട്രീസ്, പുഡിങ്സ്, പിന്നെ ടാർട്ട്സ്, അങ്ങനത്തെ ഉള്ള കുറേ സംഭവങ്ങളുണ്ട്. അതുപോലെ ഫ്രഷ് ഫ്രൂട്ട്സും ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഒരു നോർമൽ മെനു എന്ന് പറയുന്നത്. ഇത് ഡെയിലി മെനൂസ് മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഫുഡൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ്. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് നല്ല ടീ പ്ലാന്റേഷൻ്റെ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നല്ല സമാധാനത്തിൽ ഫുഡ് കഴിക്കാൻ പറ്റും ഇവിടുന്ന്. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ആഫ്റ്റർനൂൺ ആക്ടിവിറ്റി എന്ന് പറയുന്നത് റെയിൻ ഫോറസ്റ്റ് വാക്കായിരുന്നു. ഇതും 12 ഇയേഴ്സിൻ്റെ അണ്ടറിലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പം ഫസ്റ്റ് ഡേ നമ്മളാണ് പോയത്, വൈഫ്സ് എല്ലാവരും കൂടി പോയി. നമുക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു. ഇത് വന്യമൃഗങ്ങളൊന്നും വരുന്നൊരു ഫോറസ്റ്റ് അല്ല, ഇതൊരു റെയിൻ ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ കൂടുതലും ഇൻസെക്ട്സ്, അതുപോലെ സ്നേക്സ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ കൂടുതലുണ്ടാകുന്നത്. പുലിനെയും എന്താ പറയുക, സിംഹത്തിനെയൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. സൗത്ത് ഇന്ത്യയിൽ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു 365 ദിവസത്തിൽ 300 ദിവസവും മഴയാണെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ. അപ്പോൾ നമ്മുടെ ഗൈഡ് ഈ ഫോറസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തു. ശരിക്കും നല്ലൊരു ഇൻഫർമേറ്റീവ് ജേർണി തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റി ഈ ഒരു യാത്രയിൽ, കാടിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു യാത്രയിൽ മലബാർ ജൈൻറ്റ് സ്ക്വിരലിനെയും പിന്നെ കരിങ്കുരങ്ങില്ലേ, അങ്ങനെയുള്ള ചില മൃഗങ്ങളൊക്കെ കണ്ടു ഇവിടെ. അപ്പോൾ 1.5 മണിക്കൂറായിരുന്നു റെയിൻ ഫോറസ്റ്റ് വാക്ക്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും ക്യാബിനിലെത്തി ഒന്ന് ഫ്രഷനപ്പായിട്ട് തിരിച്ചു വന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്കി ആക്ടിവിറ്റീസ്, അത് സിപ്പ് ലൈനും കയാക്കിങ്ങും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പക്ഷേ പിറ്റേ ദിവസം നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടം തോന്നി. കാരണം നമുക്ക് ആ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സിപ്പ് ലൈനൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ നിന്നുവെങ്കിലും ആക്ടിവിറ്റീസിൻ്റെ ടൈം ക്ലോസ് ആയിപ്പോയി. അപ്പം 6 മണി വരെയേ ഉള്ളൂ ആക്ടിവിറ്റീസൊക്കെ. അത് കഴിഞ്ഞിട്ടില്ല, പിറ്റേ ദിവസം ആവണം. പക്ഷേ പിറ്റേ ദിവസം മോർണിംഗ് ചെക്കൗട്ട് ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ എണീച്ച് ആ വ്യൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ബാൽക്കണിയിലേക്ക് പോയതാണ്. അപ്പോൾ ഇന്ന് നല്ല സണ്ണി ഡേ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ ഹസ്ബൻഡ്സ് അല്ലേ ട്രെക്കിങ്ങിന് പോയത്. അപ്പം ഇന്നത്തെ ദിവസം നമ്മളാണ് കേട്ടോ ട്രെക്കിങ്ങിന് പോകാൻ പോകുന്നത്. അപ്പം രാവിലെ മഴ ഉണ്ടാവും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ നല്ല വെയിലായിരുന്നു, നല്ല സണ്ണി ഡേ ആയിരുന്നു. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് വ്യൂ ആണ് നമുക്ക് ഈ ഒരു ദിവസം കിട്ടിക്കൊണ്ടിരുന്നത്. ഈ ഒരു വാലിയെ കുറിച്ചിട്ട് ആ മല കണ്ടില്ലേ, ആ മലയുടെ മേലിലേക്കാണ് കേട്ടോ നമ്മൾ ട്രെക്കിങ് ചെയ്ത് കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തണം. അപ്പോൾ അതൊരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. കാരണം ആ ഒരു മല കയറൽ എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൂം സർവീസ് വിളിച്ചിട്ടൊന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, ടോയ്ലറ്ററീസൊക്കെ മാറ്റി നല്ലൊരു എലിഫൻറ്റ് ഷേപ്പിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ടവൽ. മോൾക്ക് ഭയങ്കര ഇഷ്ടമായി അത്. അതിന് ശേഷം നമ്മളൊന്ന് ഫ്രഷനപ്പ് ആയിട്ട് നമ്മുടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ട്രെക്കിംഗ് പോയിന്റിലേക്ക് നമ്മൾ ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ പോയത്. അങ്ങനെ അവിടെ നിന്ന് ഗൈഡ് നമുക്ക് ട്രെക്കിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഇതൊരു ടീ പ്ലാന്റേഷനാണ്. ആകെ 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എങ്കിലും ഇത് കയറി മേലെ എത്തുമ്പോഴേക്കും ഒരു 4-5 കിലോമീറ്റർ കയറിയ ഒരു കഷ്ടപ്പാടുണ്ടായിരുന്നു. കാരണം ഇതൊരു കുന്നല്ലേ, അപ്പം ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവും നമ്മൾ. അപ്പം റെസ്റ്റ് എടുത്താണ് കേട്ടോ മേലിൽ വരെയൊക്കെ എത്തിയത്. ഒരു സ്ലോപ്പ് മാതിരി ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ടീ പ്ലാന്റേഷനൊക്കെ പിടിച്ചാണ് നമ്മൾ കയറിക്കൊണ്ടിരുന്നത്.
ഫസ്റ്റ് ഹാഫ് വേ കുഴപ്പമില്ലായിരുന്നു, പിന്നെ അങ്ങോട്ടേക്ക് ഒരു കുത്തനെയായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ എന്താ പറയുക ആ ഒരു ജേണി എന്ന് പറയുന്നത്. ടീ പ്ലാന്റേഷൻ്റെ സൈഡിലൂടെയാണ് കേട്ടോ കയറിപ്പോയത്. അപ്പോൾ ഏകദേശം നമ്മൾ മലയുടെ മുകളിലേക്ക് എത്താനായപ്പോഴേക്കും അടിപൊളി വ്യൂ ആണ് കേട്ടോ കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ റീച്ചായി. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഒരു സൈഡ് തമിഴ്നാടും ഒരു സൈഡ് കേരളയാണ്. നമുക്ക് അതിൻ്റെ മേലയിൽ കുന്നിൻ്റെ ടോപ്പിലെത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഗോൾഡ് മൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു കുന്നിലല്ല, നേരെ ഓപ്പോസിറ്റിലൊക്കെ കാണുന്ന ഒരു മൊട്ട കുന്ന് പോലെയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ ഗോൾഡ് മൈനിങ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടെ. അപ്പോൾ ഇവിടെ നിന്ന് ആ ഒരു വാലിയും സ്കൈയും ഒക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള പോലുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ശരിക്കും നമ്മൾ ഓൺ ടോപ്പ് ഓഫ് ദി വേൾഡ് എന്നൊക്കെ പറയില്ല, അവിടെ എത്തിപ്പെട്ട പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി ഭയങ്കര സണ്ണി ഡേ ആയതുകൊണ്ട് തന്നെ ആ ഒരു കാറ്റും ആ ഒരു ക്ലൈമറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ആക്ച്വലി വെയിലുകൊണ്ട് നമുക്ക് കണ്ണുപോലും ശരിക്കും തുറക്കാൻ പറ്റിയില്ല. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും രണ്ട് സൈഡായിട്ട് നമുക്ക് മൊത്തമായിട്ടൊരു വ്യൂ കിട്ടുന്നുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ ചില പാർപ്പിടങ്ങളൊക്കെ കാണാൻ പറ്റി ഇവിടുന്ന്. ശരിക്കും എനിക്ക് കണ്ണുപോലും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വെയിലടിച്ചിട്ട്. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി മാത്രം ആ ഒരു കുന്ന് കയറി വേർത്താണെന്ന് പറയാം നമുക്ക് ശരിക്കും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചിറങ്ങുന്ന വഴിക്ക് ഇവിടെ തേയില പറിക്കാൻ വേണ്ടിയിട്ട് കുറേ സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയായിരുന്നു. കണ്ടില്ലേ? അങ്ങനെ അതൊക്കെ കണ്ടു. മെല്ലെ മെല്ലെ കുന്നൊക്കെ ഇറങ്ങി താഴെ വന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുന്ന് കയറ്റാണെങ്കിലും ഇറക്കാണെങ്കിലും അത് നല്ല എക്സോസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി തന്നെയാണ്. അപ്പം എപ്പോഴും നമ്മൾ ശ്വാസം മൂക്കിലൂടെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വായിലൂടെ എടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ എക്സോസ്റ്റഡ് ആവും. എന്തായാലും കുന്ന് കയറി ഇറങ്ങി തിരിച്ചു വന്നു ഒരുവിധം. അങ്ങനെ നമ്മുടെ ട്രക്കിങ്ങും കഴിഞ്ഞു. ട്രക്കിങ്ങും 1.5 hour ആയിരുന്നു. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ റിസപ്ഷനിൽ പോയി നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നലെ നമുക്ക് 2 ആക്ടിവിറ്റീസ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു, സിപ്പ് ലൈനും കയാക്കിങ്ങും. അത് ഈവനിങ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മളൊന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ മോർണിംഗിലേക്ക് അത് നമുക്ക് ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ് ഇവിടെ നിന്ന്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ലഗേജ് ഒക്കെ ഒന്ന് പാക്ക് ചെയ്തതിന് ശേഷം അടുത്ത ആക്ടിവിറ്റീസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം വീണ്ടും ഈ ഒരു ബ്യൂട്ടിഫുൾ കാഴ്ചകൾ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ നിന്ന് നമ്മൾ ചെക്കൗട്ട് ആവാൻ പോവാണ്. നമ്മൾ അടുത്ത ആക്ടിവിറ്റിയായ സിപ്പ് ലൈനിലേക്ക് പോയി. സിപ്പ് ലൈൻ ഭയങ്കര രസമായിരുന്നു. എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി സിപ്പ് ലൈൻ ആയിരുന്നു. കാരണം ആ ഒരു എൻറ്റയർ പ്ലേസിൻ്റെ വ്യൂ നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഒരു എന്താ പറയുക മൗഗ്ലീനെ ഒക്കെ ഓർമ്മ വന്നു ശരിക്കും എനിക്ക് ഇതിലൂടെ പോകുമ്പോൾ. അത്ര അടിപൊളിയായിരുന്നു. ഇവിടുന്ന് കിട്ടിയൊരു വ്യൂ ഇതാണ് കേട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ടീ പ്ലാന്റേഷൻ, ആ ഫോറസ്റ്റ്, നമ്മുടെ റിസോർട്ട് ഒക്കെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ഡ്രോൺ ക്യാമറ ഒക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യില്ലേ, അതുപോലുള്ളൊരു വ്യൂ ആയിരുന്നു ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നിങ്ങൾ എന്ത് ആക്ടിവിറ്റി മിസ് ചെയ്താലും ഈ ഒരു സിപ്പ് ലൈൻ മിസ് ചെയ്യാൻ പാടില്ല അവിടെ പോയിട്ട്. ഇതിന് സെപ്പറേറ്റ് ഫീ ഉണ്ട് കേട്ടോ. ഒരു 350 rupees പെർ പേഴ്സൺ. ബാക്കി എല്ലാ ആക്ടിവിറ്റീസും നമ്മുടെ എന്താ പറയുക ഇൻക്ലൂഡഡ് ആണെങ്കിലും ഇത് മാത്രം എക്സ്ക്ലൂഡഡ് ആണ്. ഇതിന് സെപ്പറേറ്റ് ഫീ കൊടുക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ കയാക്കിങ്ങിലേക്ക് പോയി. കയാക്കിങ് എനിക്ക് പൊതുവേ വലിയ താല്പര്യമുള്ളൊരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർത്തിട്ട് കയറി. കയാക്കിങ് കുഴപ്പമില്ല, അത് നമ്മൾ ചെയ്തു. ഇതും 12 yearsൻ്റെ അണ്ടറിലുള്ള കുട്ടികൾക്ക് പറ്റില്ല. അതുപോലെ നിങ്ങൾ 90 above kg ഉള്ള ആളാണെങ്കിൽ അതും പറ്റില്ല കേട്ടോ. സിപ്പ് ലൈനിന് വെയിറ്റ് കുഴപ്പമില്ല, പക്ഷേ കയാക്കിങ്ങും അതുപോലെ ആ ഒരു അഡ്വഞ്ചറസ് വോക്കും നമുക്ക് 90 above kg ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയും കഴിഞ്ഞ് നമ്മൾ ഏകദേശം എല്ലാത്തിനോടും ഗുഡ് ബൈ പറയാനുള്ളൊരു സമയമായി. ഇനി നമ്മൾ നേരെ റിസപ്ഷനിലേക്ക് പോവാണ്. അപ്പം 2 ദിവസം ഈ ഒരു ലക്ഷറി ജംഗിൾ റിസോർട്ടിലുള്ള 2 ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. ഡിജിറ്റൽ വേൾഡിനോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞ് 2 ദിവസമായിരുന്നു ഇവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. നേച്ചറുമായിട്ട് ഇടപഴകി ആ ഒരു പ്രകൃതി ഭംഗിയിൽ 2 ദിവസം നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ചെക്കൗട്ടിൻ്റെ സമയമായി. ഇവിടുത്തെ ബാക്കി സെറ്റിൽമെൻറ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടത്തേക്ക് വീണ്ടും വരണം എന്ന് തോന്നിക്കുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ഇവിടുത്തെ വ്യൂവും പിന്നെ ഇവരുടെ ഹോസ്പിറ്റാലിറ്റിയുമാണ്. ഇവിടുത്തെ എല്ലാ സ്റ്റാഫ്സും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ശരിക്ക് അവരുടെ സർവീസ് 2 പ്രാവശ്യം എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ്. അത്രയും അടിപൊളി സർവീസായിരുന്നു.
ശരിക്കും ആ സർവീസിൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ട് തന്നെ ഇവിടെ വീണ്ടും വരണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാർക്കിംഗ് സ്ലോട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ ഇതിലേക്ക് കയറ്റി നമ്മൾ പാർക്കിംഗ് സ്ലോട്ടിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ വൈൽഡ് പ്ലാനറ്റ് ലക്ഷറി ജംഗിൾ റിസോർട്ടിനോട് നമ്മൾ ഗുഡ് ബൈ പറയുകയാണ്. നേരെ നമ്മുടെ പാർക്കിംഗ് സ്ലോട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരുപാട് മങ്കീസിനെ കണ്ടിട്ടോ അവിടെ. നമ്മുടെ വണ്ടിയുടെ മേലെയൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക വിഹരിക്കായിരുന്നു അവർ. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഈ മങ്കികളൊക്കെ കാണുമ്പോൾ അവർ ഫീഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. എനിക്കതല്ല നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാവും. പക്ഷേ അത് ചെയ്യാത്തതാണ് നല്ലത്. കാരണം അത് ഇവിടുത്തെ സ്റ്റാഫ്സിൻ്റെ സെക്യൂരിറ്റിക്ക് അതൊരു ഭീഷണിയാവും. കാരണം അവർ കൂടുതൽ ഫുഡ് അന്വേഷിച്ചിട്ട് വന്നുകൊണ്ട് നിൽക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ഇവർക്ക് വേണ്ടതിലും അധികം ഫുഡും റിസോഴ്സസും നമ്മുടെ കാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളായിട്ട് അതിൻ്റെ ഫുഡ് ഹാബിറ്റ്സ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ ഒരു മനോഹരമായ നീലഗിരി താഴ്വാരങ്ങളോട് നമ്മൾ യാത്ര പറയാൻ പോവുകയാണ്. വേറൊരു കാര്യം പറയാൻ മറന്നു. ഇന്ത്യയിൽ തന്നെ ശുദ്ധവായു ലഭിക്കുന്ന 5 ഇടങ്ങളിൽ ഒന്ന് ഇവിടെയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എത്രത്തോളം പൊല്യൂഷൻ ഫ്രീ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ എന്നുള്ളത്. അത് തന്നെ മതി നമുക്ക് നല്ലൊരു പീസ്ഫുൾ ആൻഡ് കാംഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഈ റിസോർട്ടിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പേഴ്സൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല, ജസ്റ്റ് ഒരു ട്രാവൽ വ്ലോഗ് ചെയ്തു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ചെയ്തേക്കുക. മറ്റൊരു ഉഗ്രൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.